നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 13, 14 തീയതികളിലെ ദിനഫലങ്ങളിൽ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂലൈ 12 രാത്രി 7:06 PM മുതൽ ജൂലൈ 14 വൈകിട്ട് 6:48 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവത്തിയാവുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധിയായ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. വാട്സാപ്പ് നമ്പർ 9847291363. ദയവേത് ഫോൺ വിളിക്കരുത്. ഓക്കെ, ആദ്യം നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 13-ാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള, 14-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 13-14 തീയതികളിൽ രാവിലെ 4:38 AM മുതൽ രാവിലെ 5:26 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 13-14 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം 13-ാം തീയതി 12:02 PM മുതൽ ഉച്ചയ്ക്ക് 12:52 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 13-ാം തീയതി 14-ാം തീയതി 12:03 PM മുതൽ ഉച്ചയ്ക്ക് 12:52 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. 14-ാം തീയതി അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനുമൊക്കെ സമയം കണ്ടെത്തുക. ഇനി രാഹുകാലം നോക്കാം. 13-ാം തീയതി രാവിലെ 7:47 AM മുതൽ 9:21 AM വരെയാണ് 13-ാം തീയതി രാഹുകാലം. 14-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3:34 PM മുതൽ വൈകിട്ട് 5:08 PM വരെയാണ് രാഹുകാലം. 14-ാം തീയതി രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 13/7/2026 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 4, 1, 7, 2, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 14/7/2026 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 1, 7, 2, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ഫലം നോക്കാം. രാശിഫലം നോക്കാം. ദിനഫലം. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനി മാത്രമാണ് പ്രതികൂലം. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ഇവർക്ക് ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാവും. പൊതുവെ മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഓക്കെ, ഇനി ഇടവൻ രാശി കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. കാരണം ചൊവ്വ മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപകടങ്ങൾ കരുതിയിരിക്കുക. അതുപോലെ തന്നെ ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ വ്രതമെടുത്ത് മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും 3 ഗ്രഹങ്ങൾ ഗുണാധിക്യം തരുന്ന രീതിയിൽ നിൽക്കുന്നു. ശനി 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അതാണ് ഇവരുടെ ഹൈലൈറ്റ്. എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കും. അതുപോലെ തന്നെ സാങ്കേതിക മികവുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങളുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ ഇവ അനുഭവപ്പെടും. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മിഥുനം രാശി മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർത ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് 3 പാപഗ്രഹങ്ങൾ പ്രതികൂലമാണ്. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക. അതുപോലെ തന്നെ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക്
ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തീർത്ഥയാത്രകൾക്ക് സാധ്യത കാണുന്നു. ഉല്ലാസയാത്രകൾക്കും സാധ്യതയുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ. മിഥുനം രാശിക്ക് ഗുണാധിക്യത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കർക്കിടകം രാശി, പുണർതം അവസാന പാദം, പൂയ, ആയില്യം. കർക്കിടകം രാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത്. കാരണം 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. എങ്കിലും ഇവർക്ക് ചൊവ്വ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായിട്ട് ഇവർക്ക് കിട്ടുന്നില്ല. കാരണം 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. പൊതുവെ കർക്കിടക രാശിക്കാർ മന്ത്രജപങ്ങൾ, ക്ഷേത്ര ദർശനം, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ തന്നെ ദാനധർമാദികൾ ഇവയൊക്കെ ചെയ്ത് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റുന്നതാണ്. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്രം, ആദ്യപാദം. ചിങ്ങം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. അതായത് ശനി, സർപ്പം, ശിഖി, വ്യാഴം, ഈ 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിന്നിട്ടും ബാക്കിയുള്ള 5 ഗ്രഹങ്ങളും ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഗുണാധിക്യം പറയുന്നത്. എങ്കിലും ആ 4 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്ന അതിൽ നിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് രക്ഷ നേടാൻ നമ്മൾ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് തുളസിമാല ചാർത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. പൊതുവെ ചിങ്ങം രാശിക്ക് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഗുണാധിക്യം ഉറപ്പുവരുത്താം. ഇനി കന്നി രാശി, ഉത്തരം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ശനി മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും അവസരമൊരുങ്ങും. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, ഇവ ഫലം വരും. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് ചൊവ്വ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അപകടങ്ങൾ കരുതിയിരിക്കുക. യന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ട്. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, സാങ്കേതിക മികവുകൊണ്ട് നേട്ടങ്ങളുണ്ടാവും. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും പൊതുവെ എല്ലാ കാര്യത്തിനും ഒരു പൂർണ്ണതക്കുറവ്, പൊലിമക്കുറവ് കാണാം. ഇവർക്ക് ചന്ദ്രൻ, സൂര്യൻ, ചൊവ്വ ഇവ പ്രതികൂലമാണ്. അപ്പോൾ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി, മൂലം, പൂരാട, ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനി, സൂര്യൻ, വ്യാഴം
എന്നീ ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൗതിക സുഖങ്ങൾ. പൊതുവെ ബന്ധങ്ങൾ ഊഷ്മളമാവും. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മകരം രാശി. ഉത്രാട അവസാന 3 പാദം, തിരുവോണം വിട്ട ആദ്യ 2 പാദം മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് പൊതുവെ ഗ്രഹങ്ങളൊന്നും തന്നെ കാര്യമായിട്ട് പ്രതികൂലമായിട്ടില്ല. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. അതുപോലെ തന്നെ ഉല്ലാസയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും അവസരമൊരുങ്ങും. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനവരവ്. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ. പൊതുവെ മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം കുംഭൻ രാശിക്ക് ദോഷാധിക്യമാണ് കാണുന്നത്. കാരണം ഒരു ഗ്രഹം പോലും ഡയറക്റ്റായിട്ട് അനുകൂലമില്ല. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. എങ്കിലും 5 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. ചൊവ്വ, ശനി, സർപ്പം, ശിഖി, വ്യാഴം ഇവ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അപകടങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കാം. ഇവർ കുംഭം രാശിക്കാർ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റും. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ശനിയും സർപ്പവും പ്രതികൂലമാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവനെ, അയ്യപ്പൻ, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായ മാറ്റം ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ദാമ്പത്യ വിജയം, അതുപോലെ തന്നെ പ്രണയ സാഫല്യം ഉണ്ടാവും. പൊതുവെ മീനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.